കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത്. FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അത് വീണ്ടും അടുത്ത മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ മാർക്കറ്റിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന ട്രംപിന്റെ ഒരു ട്വീറ്റിനെ തുടർന്ന് മാർക്കറ്റ് ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിരുന്നു. ഇന്ന് GNX നിഫ്റ്റിയും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് അപ്പോൾ അല്പം ലോവർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 24,230 24,260 ലെവലിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നത്. 24,120 24,040 23,900 ലെവലുകളിൽ സപ്പോർട്ടുണ്ട്. റെസിസ്റ്റൻസ് കാണുന്നത് 24,245 24,350 24,500 ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് കാണുന്നത് 52,300 52,500 ലെവലിലാണ്. സപ്പോർട്ടുള്ളത് 51,950 51,750 51,600 ലെവലുകളിലാണ്. ഇന്ന് US ഇൻഫ്ലേഷൻ ഡേറ്റയാണ് പ്രധാനമായിട്ടും വരാറുണ്ട്. അതുകൂടാതെ GDP ഡേറ്റയുണ്ട്. ഈ രണ്ട് ഡേറ്റ നാളത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് വളരെ നിർണായകമാണ്. FISും പ്രോ ട്രേഡേഴ്സും ഷോർട്ട് പൊസിഷൻ കൂട്ടിയിട്ടുണ്ട്. ക്ലയൻസ് ആണ് ലോങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. നാളെ എക്സ്പയറിയും കൂടെ ആണ്.